അങ്ങനെ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഇന്നത്തെ സദ്യ എൻ്റെ അച്ഛനും അമ്മേനെയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ നാട്ടുനടപ്പ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഒരു ഓണം അല്ലെങ്കിൽ ഒരു വിഷു സ്വന്തം വീട്ടിലും, ഒരു ഓണം ഒരു വിഷു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലും. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് പടക്കൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴത് അമ്മയുടെ നല്ല വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. കുറേ ഞാൻ കഴിച്ച് ഏകദേശം വയറ് ഫുള്ളായപ്പോഴേക്കും അമ്മ സദ്യയായിട്ട് വന്നു. പിന്നെ സദ്യയുടെ കൂടെ ചിക്കനും ഫിഷും അത് ഞങ്ങൾ കണ്ണൂർക്കാർക്ക് മസ്റ്റാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ സദ്യയും കഴിച്ചു. പിന്നെ കുറച്ച് പടക്കങ്ങൾ വാങ്ങിയിരുന്നതും പൊട്ടിച്ച് കുറച്ച് സമയം അതാ ആഘോഷിച്ച് അച്ഛൻ്റെ അമ്മേൻ്റെയും കയ്യിൽ നിന്ന് വിഷുക്കൈ നീട്ടോ വാങ്ങി ഞങ്ങൾ നേരെ തലശ്ശേരിയിലേക്ക് പോയിട്ടോ. പോകുന്ന വഴിക്ക് വിശപ്പിൻ്റെ വെളി പിന്നെയും വന്നപ്പോൾ ഞങ്ങളൊരു ചായക്കടയിൽ നിർത്തി ഒരു ചായയും പിന്നെ കാടമുട്ടയുടെ ഒരു സ്നാക്സും വാങ്ങിച്ചു. അത് അടിപൊളി ടേസ്റ്റായി. അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിൽ പോയി കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ചു. പിന്നെ നമ്മുടെ തിരുവങ്ങാട് അമ്പലത്തിലെ കൊടിയേറ്റല്ലേ, അപ്പം ഞങ്ങൾ നേരെ കൊടിയേറ്റം കാണാൻ പോയിട്ടോ. പിന്നെ യാനക്കുട്ടിക്ക് അമ്പലത്തിലേക്ക് കൂടി നടന്ന് ആനേനെയൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ കൊടിയേറ്റം കഴിഞ്ഞപ്പോൾ സാധാരണ എപ്പോഴും അവിടെ പടക്കങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് കജനയൊക്കെ പൊട്ടും. പക്ഷേ ഇത്തവണയൊക്കെ ക്യാൻസൽ ചെയ്തു, അതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ കൊടിയേറ്റവും കഴിഞ്ഞ് നേരെ വീട്ടിൽ